മാത്രല്ല അത് സ്ത്രീധനം പെണ്ണുങ്ങളെ വാപ്പിന്ന് സ്ത്രീധനം തന്നെ വാങ്ങി തിന്നോളാനല്ല പേരോടെ പഠിക്കണം. ആയത്ത് നിങ്ങൾ കട്ടതല്ലേ തുടക്കത്തിലല്ല പറയുന്നത് വാതുന്നിസാ പെണ്ണുങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ആളുങ്ങളെ സദഖാതിഹിന്ന നിഹല മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടുകൊണ്ട് നല്ല നിലക്ക് നിങ്ങൾ അവർക്ക് മഹർ കൊടുക്കണേ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടല്ല പറയാണ്. അങ്ങനെ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് മനസ്സറിഞ്ഞ് കൊടുത്ത മഹറിൽ നിന്ന് വല്ലതും അവര് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് പിന്നീട് തന്നാൽ നിങ്ങൾ തിന്നോ, നിങ്ങൾ സ്വീകരിച്ചോ എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്. പിന്നീട് തന്നാലും സ്വീകരിച്ചോ എന്നാണോ ആയത്തിന്റെ വായന? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയും ജവാസു ഹിബതിഹാ വമിൻഹാ ജവാസു ഹിബതിഹാ അങ്ങോട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് സൗജന്യമായി കൊടുക്കാം എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. കൊടുത്തതിന്റെ ശേഷം എന്ന് ആയത്ത് പഠിപ്പിക്കുന്നില്ല. ശേഷവും പറ്റും, മുമ്പും പറ്റും. അയാളെ സ്വന്തം വകയിൽ വ്യാഖ്യാനം ഉണ്ടാക്കിയതാണ്. തഫ്സീർ റാസിയിൽ പറഞ്ഞാൽ ഞാൻ നോക്കി വായിക്കുന്നു. നോക്കിക്കോളൂ, തഫ്സീർ റാസിയിലില്ലേ ബാക്കി. അത് ആദ്യ ഭാഗം കട്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? സ്വതക്കം അവർക്ക് മഹർ കൊടുക്കണം എന്ന് പറയുന്ന ആയത്തിന് കട്ടു. ഞാൻ കട്ടിട്ടില്ല, ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫൈൻസിബിനലക്കും എന്നത് മാത്രമേ തെളിവിന് ഓതിയിട്ടുള്ളൂ. മഹർ കൊടുക്കണം എന്നത് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പച്ചക്കള്ളം പറയാം. ബാക്കി എന്നിട്ട് വായിച്ചതും തെറ്റിയിട്ടില്ല. എന്നിട്ട് പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്ന് നമുക്ക് വരുത്തപ്പെട്ട് വല്ലതും തന്നാ തിന്നോളാനാണ് അള്ള പറഞ്ഞിരിക്കുന്നത് എന്ന് തെളിവും ഓതിയില്ലേ? ഓതിയിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് ആയത്തിന്റെ അർത്ഥം. ആ ആയത്തിന്റെ അർത്ഥം എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഖുർത്തുബി വായിക്കുന്നു. ഇമാം ഖുർത്തുബി തഫ്സീറിൽ പറയുന്നു, റസൂലുള്ളാഹി പറഞ്ഞ തഫ്സീർ എന്നെക്കാളും വലിയ സെൽഫിണ്ടോ? കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ തഫ്സീർ അന്നഹു സുഇല അൻ ഹാദിഹിൽ ആയ ഫഇൻ ഖിബ്ന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു എന്ന ആയത്തിനെ സംബന്ധിച്ച് നബിയോട് ചോദിക്കപ്പെട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ജാദത് ലിസൗജിഹാ ഭാര്യ ഭർത്താവിന് കൊടുത്താൽ ബിൽ അസിയ്യതി എന്തെങ്കിലും കൊടുക്കുന്ന സംഗതി കൊടുത്താൽ ഫായിഅതൻ അവളെ നിർബന്ധിക്കപ്പെടാതെ അഥവാ അവളെ നിന്ന് പിടിച്ചെടുത്തതല്ല, അവൾ സ്വമേധയാ പൊരുത്തപ്പെട്ട് കൊടുത്താൽ അവളെ നിർബന്ധിക്കപ്പെട്ടതല്ല, പിടിച്ചു പറിച്ചെടുത്തതല്ല. ആ ഭാര്യ കൊടുത്തത് വാങ്ങിയതിന്റെ പേരിൽ ഒരു മുസ്ലിം ഭരണാധികാരിയും അതിനെതിരായി തെറ്റാണെന്ന് വിധിക്കില്ല. ആഖിറത്തിൽ ഭാര്യമാര് പൊരുത്തപ്പെട്ട് കൊടുത്തത് വാങ്ങിയതിന്റെ പേരിൽ അല്ലാഹുവും പിടികൂടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ തഫ്സീർ ഇമാം ഖുർത്തുബി തഫ്സീറിന്റെ 20-ാം വാല്യം അതിന്റെ 5-ാം വാല്യം 20-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ തഫ്സീറാണ് ഞാൻ പറഞ്ഞത്. മൗലവി എവിടുന്നാ തഫ്സീർ പഠിച്ചത്? ആ ബാക്കി പടച്ചറപ്പിന്റെ കോടതിയിൽ നിങ്ങളെ വിടുമോ? എന്നെ കോടതിയിൽ വിടും. വിടാത്തത് മൗലവിയെ. കേട്ടോ, മൗലവിയെ ദുനിയാവിലെ കോടതിയിലും വിടൂല, ആഖിറത്തിൽ കോടതിയിലും വിടൂല. കേട്ടോ, ഈ ജനങ്ങളെ മുഴുവനും മനസ്സിൽ കോടതിയാ. നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ പ്രതിയാണിപ്പോ. കള്ളം എന്ന് പറഞ്ഞു. ഇനി കേട്ടോളെ, ഞാൻ നേരത്തെ വായിച്ചില്ലേ റൂഹുൽ മആനി സുറൈഹുൽ ഖാദിന്റെ കോടതിയിൽ വന്നിട്ട് ഞാൻ ഓതിയ അതേ ആയത്തോതിയില്ലേ? എന്നിട്ടോ തെളിവാക്കി പറഞ്ഞിട്ട് മഹാനവറുകൾ അംഗീകരിച്ചില്ലേ? ഞാൻ ഓതിയില്ലേ? ഇനി ഞാൻ കൊന്നു കേൾക്കണോ? അലീബിൻ അബി താലിബിന്റെ തഫ്സീർ, ഇബ്നു കസീർ അലീബിൻ അബി താലിബിന്റെ തഫ്സീർ. അലീബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറയാണ് ഇദസ്തക അഹദുകും ശൈഅൻ. മഹറൊന്നല്ലേ, ശരിക്കും മനസ്സിലായിക്കോ, മഹറൊന്നല്ല വാങ്ങുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും ഒരു രോഗം വന്നാൽ ഭാര്യനോട് ഒരു 3 റുപ്യ വാങ്ങിച്ചോളി. അലീബിൻ അബി താലിബ് ചികിത്സ പറയാം. ഭാര്യയോട് 3 റുപ്യ നിങ്ങൾക്ക് വാങ്ങിക്കോ. അവനാകാതിരിക്കും, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സംഖ്യ. അതുകൊണ്ട് തേന് വാങ്ങി 3 റുപ്യ ഉണ്ട്. നിങ്ങൾക്ക് ഈ തേന 3 റുപ്യ എടുക്കണ്ട. ഭാര്യനോട് ഒരു 3 റുപ്യക്ക് വാങ്ങി. അതുകൊണ്ട് തേന് വാങ്ങി. ചുമ്മല്ലേക്കുന്ന മാസമായി എന്നിട്ട് മഴന്റെ വെള്ളം ഒഴിച്ചിരുന്നു.
എന്നിട്ട് ഹനിയം മരിയൻ സിഫാം മുബാറക്ക. അപ്പൊ അത് ഹനിയും മരിയും സിഫാവും മുബാറക്കായിട്ടുള്ള രോഗം മാറും. അത്തേന് നിങ്ങൾ കഴിച്ചാൽ. അപ്പൊ ഭാര്യനോട് 3 ദിർഹം പൊരുത്തപ്പെട്ടെങ്കിൽ വാങ്ങിക്കോന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ അലി ഇബ്നു അബീ താലിബിന്റെ തഫ്സീർ. അപ്പൊ ഭാര്യയിൽ നിന്ന് മഹർ കൊടുത്തതിൽ നിന്ന് വാങ്ങുന്നത് മാത്രമാണോ? അല്ല, ഭാര്യ പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന എല്ലാം ഇതിൽപ്പെട്ടു. ഇനി എന്താ വേണ്ടത്? ഈ മൗലവിന്റെ വയറ്റില് എന്തോ കുടുങ്ങിയിട്ടില്ലേ? അതുകൊണ്ട് നമ്മളൊരു പിഞ്ഞാണൊക്കെ എഴുതി കൊടുക്കാൻ പോവാണ് മൗലവി. പിന്നെ ഒരു എഴുതി എഴുതി കുടിപ്പിക്കാണ് മൗലവിനെ. ഇബ്നു കസീർ എന്നൊരു എഴുതി ഈ ആയതുകൊണ്ട് ഞാൻ എഴുതുന്നത്. ഇബ്നു കസീറിന്റെ വാല്യം 2 577 പേജ്. എന്റെ ചെരുപ്പും പെറുക്കി നടന്നാ മതി, ചെരുപ്പും പെറുക്കി നടന്നാ മതിയോ ഈ മൗലവിമാര് കിതാബോടാതെ? കേട്ടോ, 577 പിന്നാണേത്താണ് ശരിക്കും മനസ്സിലായി. وروينا عن أمير المؤمنين علي بن أبي طالب رضي الله عنه. علي بن أبي طالب رضي الله عنه റിപ്പോർട്ട് ഉണ്ട്. أنه قال, علي بن أبي طالب رضي الله عنه പറഞ്ഞു, إذا أراد أحدكم الشفاء, നിങ്ങൾ ആരെങ്കിലും രോഗം ചുവപ്പെടണമെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങളൊരു തലികയിലോ മറ്റോ നിങ്ങളൊരായത്തോ എഴുതണം. ഞാൻ പിന്നാണ് എഴുതി കുറിപ്പിക്കാൻ പോവാണ് മൗലവിനെ. മൗലവിമാർ പിന്നാണ് എഴുതി വെക്കൂലല്ലോ, മന്ത്രം പറ്റൂലല്ലോ. എല്ലാ മൗലവിമാർക്കും സൂക്കേടാണ്, എല്ലാത്തിനും മന്ത്രിക്കുമ്പോഴും പിന്നാണ് എഴുതുമ്പോൾ. ശരിക്കും മനസ്സിലായി. അങ്ങനെ നിങ്ങൾ ഒരു തലികയിലോ ഒരു വസ്തുവിലോ നിങ്ങളൊരായത്ത് എഴുതുക. വലിയ സമായി, എന്നിട്ട് നിങ്ങൾ വെള്ളം മഴവെള്ളം കൊണ്ട് അതൊന്ന് കഴുകുക. വലിയ ഭാര്യയിൽ നിന്ന് പൊരുത്തത്തോടെ ഒരു ഉറുപ്യ വാങ്ങുക. സന്തോഷത്തോടെ ഒരു ഉറുപ്യ വാങ്ങുക. എന്നിട്ട് അതുകൊണ്ട് കുറച്ച് തേന് വാങ്ങുക. എന്നിട്ട് അത്തേന് കുടിക്കുക. അങ്ങനെ അതുകൊണ്ട് രോഗം മാറുന്നതാണ്. അലി ഇബ്നു അബീ താലിബ് റിപ്പോർട്ട്. അതെങ്ങനെ ഇങ്ങനെ ചെയ്താൽ രോഗം മാറും എങ്ങനെ? അതിന് അലി ഇബ്നു അബീ താലിബ് ആയത്ത് തെളിവ് അറിയുമ്പോൾ അലി ഇബ്നു അബീ താലിബ് അല്ലാഹു തആല അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ. ആയത്ത് എഴുതണമെന്നല്ലേ പറഞ്ഞത്? അല്ലാഹു തആല ഖുർആനിൽ നിന്ന് ഇറക്കുന്നത് ശിഫാ ആണ് ഖുർആനിലുണ്ട്. അതുകൊണ്ട് ആയത്ത് എഴുതി കുടിച്ചാൽ ശിഫ ഉണ്ടാവുന്നു ഒരു തെളിവ്. 2 തേനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അതിന് തേനിലെന്തുണ്ട്? രോഗത്തിന് ശമനമുണ്ട്. മൗലവി കേൾക്കാൻ അലി ഇബ്നു അബീ താലിബ് ആയത്ത് കട്ടൂന്നറിയും, മുറിച്ചു കട്ടൂന്നറിയും. അലി ഇബ്നു അബീ താലിബ് ആയത്തോടാണെന്തിന്? തേന് കുടിക്കുന്നതിന് തെളിവ്. 3-മത്തത് മൗലവി ശരിക്കും കേട്ടോ. 3-മത്തത് എന്താ? വഖാല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഫൈൻ തിബ്നലക്കും عن شيء منه نفسا فكلوه هنيئا مريئا. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞല്ലോ, ഭാര്യയിൽ നിന്ന് പൊരുത്തപ്പെട്ട് കിട്ടുന്നത് സന്തോഷത്തോടെ തിന്നോ, ബറക്കത്തുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഭാര്യയിൽ നിന്നൊരു ദിർഹം വാങ്ങി, തേന് വാങ്ങി, അതിന് മഴവെള്ളവും ചേർത്ത് കുടിച്ചാൽ രോഗം മാറുമെന്ന് ഈ ആയത്ത് തെളിവായി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് അവസാനമായി ഇക്കാര്യത്തിൽ മൗലവിക്ക് ഒരു പിന്നാണമെഴുത്തും കൂടി എഴുതി കൊടുക്കുകയാണ് അലി ഇബ്നു അബീ താലിബ്. കാരണം ഈ മൗലവിമാർക്ക് വിവരമില്ല. റഹ്മത്തുൽ ആലമീൻ ഓടിപ്പോയി. ഇനിയിപ്പോ അതായിരിക്കും വലിയ വിഷയം. ഒന്ന് നോക്കണം. ഇനിയിപ്പോ അതായിരിക്കും എന്റെ നാട്ടിൽ എന്തെങ്കിലും പിഴവെന്നോന്നാ പിന്നെ കാര്യമായിട്ട് നോക്കുക. എന്താണ് സഹോദരന്മാരെ, ഇനി ഞാൻ നിർത്താന് ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധപ്പെടുത്താണ്. മൗലവി പോലീസ് സ്റ്റേഷനിൽ കത്തുക, അത് ഭയങ്കര സങ്കടം. പോലീസ് സ്റ്റേഷനിൽ കത്തുക എന്ന് പറഞ്ഞാൽ കക്കുമ്പോ പിടിച്ചോണ്ട് ആക്കുന്ന സ്ഥലയിലെ പോലീസ് സ്റ്റേഷൻ, അവിടുന്ന് കാക്ക പോലീസ് സ്റ്റേഷനിൽ പോക്കറ്റടിച്ചാലോ? അതെന്താ ബാക്കി വെക്ക് മൗലവിന്റെ ആയ. ദുന്യാവിൽ നിങ്ങൾക്ക് വാചാലതയോടുകൂടി കുഞ്ഞാടുകളെ കൊണ്ട് തക്ബീർ വിളിപ്പിക്കുമ്പോ, നിങ്ങളെ നാവിന് നാളെ ആഖിറത്തിൽ സീല് വെക്കുമ്പോ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ വായക്ക് സീല് വെക്കും. സഹോദരന്മാരെ ശരിക്കും മനസ്സിലാക്കണം. വതുകല്ലിമുനാ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വായക്ക് സീല് വെക്കുന്നതാണോ? ഹും എന്ന ദമീർ നിങ്ങൾ എവിടെയാർത്ഥം? തുകല്ലിമുനാ
ഐദീഹിം അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് എവിടെയാണ് അർത്ഥം? ഹിം എന്നതിന് നിങ്ങൾ. അപ്പോ ഹും എന്നതിന് നിങ്ങൾ അർത്ഥം വെച്ചു. അർത്ഥം വെച്ചത് തെറ്റ്. മറ്റൊന്ന് ആയത്തിന്റെ ആദ്യ ഭാഗം കട്ടു. അതാ ഞാൻ പറഞ്ഞത്. എന്നോട് വയലു പറയുമ്പോൾ ആയത്ത് കക്കാണ്. എന്നോട് വയലു പറയുമ്പോൾ ആയത്ത് കട്ട്. അല്ലയോ മനസ്സിലാക്കുവായി അതിന് മേലെന്താണുള്ളത് നോക്കണം നിങ്ങൾ. മുജിരിമീങ്ങളെ പറ്റിയാ പറഞ്ഞത്, പേരോടെ കുറിച്ചല്ല. അലം ആഹദി ഇലൈക്കും യാ ബനീ